ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തത് സ്റ്റോഷിയോമെട്രിക് ആൻഡ് നോൺ സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ് ആയിരുന്നു. അതിനുശേഷം വരുന്ന നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്, ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഓക്കെ, അപ്പം എന്തിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുന്നത്? ഞാനിപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ തരികയാണ്. ആ കെമിക്കൽ റിയാക്ഷൻ നമുക്ക് ലിമിറ്റിംഗ് റിയേജൻറ്റ് ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ അത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കത് പറയാൻ സാധിക്കണം. ഓക്കെ, അപ്പം എന്താണ് നമുക്ക് ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കിവിടെ ഞാനൊരു ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ ആണ് എഴുതിയിരിക്കുന്നത് അല്ലേ? ഒരു ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് ഞാൻ എഴുതിയിരിക്കുന്നത് നോക്കിയേ. H2 plus Cl2 gives 2 HCl അല്ലേ? ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ അല്ലേ? ബാലൻസ്ഡ് ഇക്വേഷൻ ആണിത് അല്ലേ? ഓക്കെ, അപ്പം അതായത് 1 മോൾ ഹൈഡ്രജനും 1 മോൾ ക്ലോറിനും കൂടെ ചേർന്നാൽ 2 മോൾ HCl ഉണ്ടാവും അല്ലേ? അങ്ങനെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്? എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? 1 മോൾ H2ഉം 1 മോള്, അതായത് 1 മോൾ H2ഉം അതുപോലെ തന്നെ 1 മോൾ Cl2ഉം കൂടി ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും? 2 മോൾ HCl ഉണ്ടാവും. ഓക്കെ അല്ലേ? അങ്ങനെയല്ലേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണ് അല്ലേ? അപ്പം ബാലൻസ്ഡ് ഇക്വേഷനിൽ നമുക്ക് 1 മോൾ ഹൈഡ്രജനും 1 മോൾ ക്ലോറിനും കൂടി ചേർന്നാൽ 2 മോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാകുമെന്ന് നമുക്കിവിടെ കണ്ടു. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ നോക്കിയേ. ഇവിടെ 2 ഹൈഡ്രജൻ അല്ലേ? 2 ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രജൻ ഇവിടെ, ഒരു ഹൈഡ്രജൻ ഇവിടെ എഴുതി. ഓക്കെ, ഇതാണ് 2 ഹൈഡ്രജൻ, അതായത് H2. അത് Cl2വിനോട് കൂടി ചേർന്നാൽ ഒരു H2ഉം ഒരു Cl2ഉം കൂടെ ചേർന്ന് HCl ഉണ്ടാവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ ഞാൻ Cl എഴുതി, ഇവിടെയും Cl എഴുതി അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഒരു H2ഉം ഒരു Cl2ഉം കൂടി ചേർന്ന് എന്തുണ്ടാവുന്നത്? 2 HCl ഉണ്ടാവുന്നത്. മനസ്സിലായോ? അതായത് ഈ ഒരു HClഉം ഈ ഒരു HClഉം കൂടി ചേരുമ്പോൾ എത്ര HCl ആവും? 2 HCl ഉണ്ടാവും. മനസ്സിലായോ? ഒരു H2വിനോടൊപ്പം എത്ര Cl2 വേണം? ഒരു Cl2 വേണം അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര HCl കിട്ടും? 2 HCl കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ 2 H2വിനോടൊപ്പം നമുക്ക് എത്ര Cl2 ആയിരിക്കും വേണ്ടത്? 2 H2വിനോടൊപ്പം നമുക്കപ്പോൾ എത്ര വേണം? 2 Cl2 വേണം. ഒരു H2വിൻ്റെ കൂടെ ഒരു Cl2 ആണ് വേണ്ടതെങ്കിൽ 2 H2വിൻ്റെ കൂടെ റിയാക്ട് ചെയ്യാൻ എത്ര Cl2 വേണം? 2 Cl2 നമുക്ക് വേണം. അപ്പോൾ 2 H2വിനോടൊപ്പം 2 Cl2 വേണം. മനസ്സിലായോ? 2 H2വിനോടൊപ്പം എത്ര Cl2 വേണം? 2 Cl2 നമുക്ക് വേണം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 2H2 plus 2 Cl2 gives, അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര HCl കിട്ടും? 2ഉം കൂടെ ആകുമ്പോൾ 4 HCl കിട്ടും അല്ലേ? അതായത് ഇവിടെ ഒരു H2ഉം ഒരു Cl2ഉം കൂടെ ചേരുമ്പോൾ 2 HCl കിട്ടുന്നതെങ്കിൽ 2 H2ഉം 2 Cl2ഉം കൂടെ ചേരുമ്പോൾ ഇവിടെ 4 HCl ആയിരിക്കുമല്ലോ കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു H2ഉം ഒരു Cl2ഉം കൂടി ചേർന്നാൽ 2 HCl കിട്ടും. അപ്പോൾ 2 H2ഉം 2 Cl2ഉം കൂടി ചേർന്നാൽ 4 HCl കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഇവിടെ എഴുതാം 5H2 എടുത്താൽ, ഇപ്പൊ ഇവിടെ നമ്മൾ 2H2 എടുത്തു, ഇനി നമുക്കൊരു 5H2 എടുക്കുന്നതെന്ന് വെച്ചോ. 5H2 എടുത്താൽ നമുക്ക് എത്ര Cl2 ആയിരിക്കും വേണ്ടത്? അപ്പോൾ എത്ര HCl കിട്ടും എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം 5H2 എടുക്കുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും 5Cl2 ആണ് വേണ്ടത് അല്ലേ? 5Cl2 വേണം, എങ്കിൽ മാത്രമേ നമുക്ക് 10 HCl കിട്ടത്തുള്ളൂ അല്ലേ? 1H2വിൻ്റെ കൂടെ 1Cl2 വേണമെങ്കിൽ 5H2വിൻ്റെ കൂടെ 5Cl2 വേണം. അപ്പോൾ 5H2വിൻ്റെ കൂടെ 5Cl2 റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 10 HCl കിട്ടണം ആണല്ലോ. അപ്പം
5H2, അതായത് ഈ 5H2വിനോടൊപ്പം റിയാക്ട് ചെയ്യാൻ 5Cl2 വേണം. പക്ഷേ ഞാൻ ഇവിടെ 2 Cl2 ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് 5H2വിൻ്റെ കൂടെ ശരിക്കും റിയാക്ട് ചെയ്യാൻ 5Cl2 ആണ് വേണ്ടത്. പക്ഷേ ഞാൻ ഇവിടെ 2 Cl2 മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? ശരിക്കും നമുക്ക് വേണ്ട അളവ് എത്രയാണ്? നമുക്ക് വേണ്ട അളവ് 5Cl2 ആണ്. പക്ഷെ അതിൽ കുറവുള്ള 2Cl2 മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. അപ്പോൾ പ്രൊഡക്റ്റ് എത്രയാവും കിട്ടുന്നത്? നിങ്ങൾ ഇവിടെ നോക്കിക്കേ. അതായത് നമ്മളിവിടെ 5H2 എടുത്തു അല്ലേ? നമുക്ക് 5H2 ഇവിടോട്ട് എഴുതാം. 1 2 3 4 5. ഓക്കെ, 5H2 എഴുതി. എത്ര Cl2 എടുത്തേക്കുന്നത്? 2Cl2. അപ്പം 2 Cl2 എഴുതുന്നു. Cl2 അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ, 5 ഈ 5 H2കൾ ഇവിടെ ഉണ്ട്, 2 Cl2 ഇവിടെ ഉണ്ട്. ശരിക്കും നമുക്ക് 5 Cl2 ആണ് ഇവിടെ വേണ്ടത്. കാരണം 5H2വിനോടൊപ്പം 5H2വിനെയും കൊണ്ടും റിയാക്ട് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് 5 Cl2 തന്നെയാണ് വേണ്ടത്. പക്ഷെ ഞാനിവിടെ എത്ര എടുത്തുള്ളൂ? 2 Cl2 മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ നോക്കിക്കോണം, ഈ ഒരു H2വും Cl2വും കൂടി ചേർന്നാൽ എന്ത് കിട്ടും? ഒരു H2വും ഈ ഒരു Cl2വും കൂടെ ചേർന്നാൽ എത്ര കിട്ടും? 2HCl കിട്ടും അല്ലേ? 2HCl കിട്ടും അല്ലേ? അപ്പോൾ രണ്ടാമത്തെ H2വും രണ്ടാമത്തെ Cl2വും കൂടി ചേർന്നാൽ വീണ്ടും ഒരു 2HCl കിട്ടത്തില്ലേ? വീണ്ടും ഒരു 2HCl കിട്ടി അല്ലേ? സോ അപ്പോൾ ടോട്ടൽ എത്ര HCl കിട്ടി നമുക്ക്? ടോട്ടൽ നമുക്ക് 4HCl ഓൾറെഡി കിട്ടി അല്ലേ? അപ്പോൾ ബാക്കി വരുന്ന ഈ 3 ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഈ 3H2, അത് നമ്മൾ എന്ത് ചെയ്യും? അതായത് നമുക്ക് ടോട്ടൽ 5H2വും 2 Cl2വും ആയിരുന്നു ഉള്ളത്. അതിൽ ഈ 2H2വിൻ്റെ കൂടി 2 Cl2 നമുക്ക് റിയാക്ട് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് ആണ് 4HCl. അപ്പോൾ ഇവിടെ ഒരു ബാക്കി ഒരു 3H2 വെറുതെ നിൽപ്പുണ്ട്. ആ H2കൾ എന്ത് ചെയ്യും? ഈ 3H2വിനോടൊപ്പം റിയാക്ട് ചെയ്യാൻ ഇവിടെ എന്തില്ല? ക്ലോറിനുകൾ ഇല്ല അല്ലേ? ഈ 3H2വിൻ്റെ കൂടെയും റിയാക്ട് ചെയ്യാൻ ഇവിടെ ക്ലോറിനുകൾ ഇല്ല. അപ്പോൾ ആ H2കൾ റിയാക്ഷൻസ് നടക്കാതെ ബാക്കി അവിടെ തന്നെ നിൽക്കും. മനസ്സിലായോ? അതിൻ്റെ കൂടെ റിയാക്ട് ചെയ്യാൻ ചുമ്മാ കാണുന്ന ഹൈഡ്രജൻ്റെ കൂടെ എല്ലാം കയറി റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. എത്ര ക്ലോറിൻ ഉണ്ടോ അത്രയും ഹൈഡ്രജൻ്റെ കൂടെ മാത്രമേ ക്ലോറിന് റിയാക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ റിയാക്ട് ചെയ്യാത്ത ഹൈഡ്രജൻ അവിടെ തന്നെ ബാക്കി നിൽക്കും. നമ്മൾ ആകെ 2 Cl2 മാത്രമാണ് എടുത്തത് അല്ലേ? അവിടെയുള്ള 2 H2കളുമായി ആ 2 Cl2വും റിയാക്ട് ചെയ്തു. സോ നമുക്കപ്പോൾ എന്തായിരിക്കും പ്രൊഡക്റ്റ് കിട്ടുന്നത്? അതായത് 5H2 പ്ലസ് 2Cl2 ഗീവ്സ് എന്തായിരിക്കും പ്രൊഡക്റ്റ് കിട്ടുന്നത്? 4HCl അല്ലേ? അതായത് നമ്മൾ 5 ഹൈഡ്രജൻ ആണ് എടുത്തത്, 5 H2 ആണ് എടുത്തത്. 1 2 3 4 അല്ലേ? 5 H2 ആണ് നമ്മൾ എടുത്തത്. അതിൻ്റെ കൂടെ റിയാക്ട് ചെയ്യാൻ 2 Cl2 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഈ ഒരു H2വും Cl2വും കൂടെ റിയാക്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു H2വും ഈ ഒരു Cl2വും കൂടെ റിയാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര HCl കിട്ടും? 2HCl കിട്ടും. ബാക്കി വരുന്ന ഈ 3H2 ബാക്കി നിൽക്കും. മനസ്സിലായോ? അതാണ് 4HCl പ്ലസ് ബാക്കി 3H2 ഇല്ലേ? 3H2. ആ H2 അതേപോലെ എഴുതി. അതായത് 2 Cl2 2 H2 ആയിട്ട് റിയാക്ട് ചെയ്ത് 4HCl ഉണ്ടായി. ബാക്കി വരുന്ന 3H2 റിയാക്ട് ചെയ്യാതെ അവിടെ വെറുതെ കിടക്കും. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാനിവിടെ 50H2 എടുത്തു. ഓക്കെ, ഇപ്പം 5 എടുത്ത ഞാൻ 50H2 എടുത്തു. ഞാൻ ഈ 50H2കളുമായി റിയാക്ട് ചെയ്യണമെങ്കിൽ ശരിക്കും ഞാൻ ഇവിടെ എത്ര ക്ലോറിൻ എടുക്കണം? 50Cl2 തന്നെ ഞാൻ ഇവിടെ എടുക്കണം അല്ലേ? ബട്ട് ഞാനിവിടെ 2 Cl2 മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് എത്ര HCl ആയിരിക്കും പ്രൊഡക്റ്റ് കിട്ടുക? അതായത് 50 H2കൾ ഇവിടെ ഉണ്ട് അല്ലേ? 2 Cl2 ഉണ്ട്. സോ 2 Cl2 എത്ര H2 ആയിട്ട് റിയാക്ട് ചെയ്യത്തുള്ളൂ? 2 Cl2 ഉറപ്പായിട്ടും 2 H2കളുമായിട്ട് മാത്രമേ റിയാക്ട് ചെയ്യത്തുള്ളൂ. സോ 50H2 ഉണ്ടെങ്കിലും നമ്മുടെ
ക്ലോറിൻ 2 എണ്ണവേ ഉള്ളൂ. സോ ബാക്കി എത്ര ഹൈഡ്രജൻ വരും? 2 ക്ലോറിനും 2 ഹൈഡ്രജനും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 4HCl ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ബാക്കി വരുന്ന 48H2 എന്ത് ചെയ്യും? ബാക്കി നിൽക്കും. മനസ്സിലായോ? അപ്പോൾ 50 അല്ല, 500 അല്ല, 5000 അല്ല, 5 ലക്ഷം എടുത്തെന്ന് പറഞ്ഞാലും എത്ര ക്ലോറിൻ ആണ് അവിടെ തന്നിരിക്കുന്നത്? ആ ക്ലോറിൻ തീരുമാനിക്കും എത്ര ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യണമെന്ന്. മനസ്സിലായോ? ഇവിടെ ഹൈഡ്രജൻ എത്ര തന്നെ നമ്മൾ കൂടുതൽ എടുത്താലും 2 ക്ലോറിൻ ഉള്ളത് കൊണ്ട് എപ്പോഴും ഇവിടെ 4HCl മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് ആയിട്ട് 4HCl മാത്രം മതി എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? 4HCl മാത്രം മതി എന്ന് തീരുമാനിക്കുന്ന ആളാണ് ക്ലോറിൻ. അപ്പോൾ കുറവളവുള്ള ക്ലോറിൻ ആണ് ഇവിടെ പ്രൊഡക്റ്റിന്റെ അളവ് തീരുമാനിക്കുന്നത്. മനസ്സിലായോ? ഏറ്റവും കുറവളവുള്ള ക്ലോറിൻ ആണ് നമുക്ക് ഏത് പ്രോഡക്റ്റ് ആണോ കിട്ടുന്നത് ആ പ്രോഡക്റ്റിന്റെ അളവ് തീരുമാനിക്കുന്നത്. സോ അതായത് ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പ്രകാരം വേണ്ടതിനേക്കാൾ കുറവളവുള്ളത് ഏതാണോ അവര് തീരുമാനിക്കും ഇതിന്റെ പ്രോഡക്റ്റിന്റെ അളവ്. 50H2 ആയിരുന്നു എടുത്തത് അല്ലേ? 50H2ഉം എത്ര Cl2 ആണ് ഞാൻ എടുത്തത്? 2Cl2. അതായത് 50H2വിന് 50Cl2 വേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഞാൻ 2Cl2 മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ഈ 2Cl2 2H2കളുമായിട്ട് മാത്രമേ റിയാക്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെ 4HCl ഉണ്ടായി. അതിൻ്റെ കൂടെ ബാക്കി 48H2 ബാക്കി നിൽക്കും. മനസ്സിലായോ? 4HCl പ്ലസ് 48H2. സോ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പ്രകാരം നമുക്ക് വേണ്ടതിനേക്കാൾ കുറവ് അളവുള്ളത് ആരാണോ അവർ തീരുമാനിക്കും പ്രോഡക്റ്റിന്റെ അളവ്. ഇത്ര പ്രോഡക്റ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കുന്നത് ആരാണോ അവരാണ് ലിമിറ്റിംഗ് റിയേജന്റ്. അവരാണ് ലിമിറ്റിംഗ് റിയേജന്റ്. ക്ലിയർ ആയോ? ലിമിറ്റിംഗ് റിയേജന്റ് ആരാണെന്ന് മനസ്സിലായോ? ഒരു കെമിക്കൽ ഇക്വേഷൻ പ്രകാരം അതിൽ വേണ്ടതിനേക്കാൾ കുറവളവുള്ള, അതായത് നമ്മുടെ ഇവിടെ നമ്മുടെ ഇവിടുത്തെ ഈ ഇക്വേഷൻ പ്രകാരം 50H2വിന് 50Cl2 ആയിരുന്നു വേണ്ടത്. പക്ഷെങ്കിൽ ഇവിടെ 2Cl2 മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറവളവുള്ളത് ആർക്കാണ്? Cl2വിനാണ്. അപ്പോൾ ഈ Cl2 ആണ് തീരുമാനിക്കുന്നത് എനിക്ക് എത്ര ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ എത്ര പ്രോഡക്റ്റ് ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഈ കുറവളവുള്ള Cl2 ആണ്. സോ അങ്ങനെ ആരാണോ കുറവളവുള്ളത് അവരാണ് പ്രൊഡക്റ്റിന്റെ അളവ് തീരുമാനിക്കുന്നത്. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഒരു കെമിക്കൽ റിയാക്ഷനിൽ കംപ്ലീറ്റ് ആയി റിയാക്ട് ചെയ്ത് തീരുന്നത് ആരാണോ, ഇവിടെ ക്ലോറിൻ കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്ത് തീർന്നു അല്ലേ? അതായത് ക്ലോറിൻ എന്തെങ്കിലും ബാക്കി നിപ്പുണ്ടോ ഇവിടെ? ഇല്ല. 2 ക്ലോറിൻ ആയിരുന്നു. ആ 2 ക്ലോറിനും 2 ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് കംപ്ലീറ്റ്ലി അവിടെ തീർന്നു അല്ലേ? അങ്ങനെ ബാക്കി നിൽക്കാതെ കംപ്ലീറ്റ് ആയി റിയാക്ട് ചെയ്ത് തീരുന്നതാണ് ആര്? ലിമിറ്റിംഗ് റിയേജന്റ്. മനസ്സിലായോ? ബാക്കി നിൽക്കാതെ കംപ്ലീറ്റ് ആയിട്ടും റിയാക്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നതാണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഓക്കെ. അപ്പോൾ ഈ ബാക്കി നിൽക്കുന്ന ഇവരാരായിരിക്കും? ബാക്കി നിൽക്കുന്ന ഈ H2 ആരായിരിക്കും? അത് ആ കെമിക്കൽ റിയാക്ഷനിൽ വേണ്ടതിനേക്കാൾ കൂടുതൽ അളവുള്ള ആളായിരിക്കും. മനസ്സിലായോ? ആ കെമിക്കൽ റിയാക്ഷനിൽ എത്രയാണോ വേണ്ടത് അതിലും കൂടുതൽ. ഇവിടെ ശരിക്കും 2H2വിന്റെ കാര്യമേ ഉള്ളൂ. പക്ഷേ 48H2 അധികം വന്നിട്ടുണ്ട്. ആ 48H2 എന്ന് പറയുമ്പോൾ അത് ആ കെമിക്കൽ റിയാക്ഷനിൽ വേണ്ടതിനേക്കാൾ കൂടുതൽ അളവാണ്. അങ്ങനെ അളവുള്ള ആളായിരിക്കും. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞ ഹൈഡ്രജൻ. മനസ്സിലായോ? അപ്പോൾ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പ്രകാരം വേണ്ടതിനേക്കാൾ കൂടുതൽ അളവുള്ളവരെയാണ് നമ്മൾ വിളിക്കുന്നത് എക്സസ് റിയാക്റ്റന്റ്. എക്സസ് റിയാക്റ്റന്റ്. മനസ്സിലായോ? അപ്പോൾ എക്സസ് റിയാക്റ്റന്റും ലിമിറ്റിംഗ് റിയേജന്റും മനസ്സിലായോ? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പ്രകാരം വേണ്ടതിനേക്കാൾ കുറവളവുള്ളത് ആരാണോ അവരെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വിളിക്കുന്നത്. അവരായിരിക്കും അവിടെ പ്രൊഡക്റ്റിന്റെ അളവ് തീരുമാനിക്കുന്നത്. അതേപോലെ ഈ ലിമിറ്റിംഗ് റിയേജന്റ് കംപ്ലീറ്റ് ആയിട്ട് ആ റിയാക്ഷനിൽ റിയാക്ട് ചെയ്ത് തീരുകയും ചെയ്യും. അപ്പോൾ ബാക്കി നിൽക്കുന്ന ആളുകളായിരിക്കും എക്സസ് റിയാക്റ്റന്റ്. അതായത് ഒരു കെമിക്കൽ ഇക്വേഷൻ പ്രകാരം വേണ്ടതിനേക്കാൾ കൂടുതൽ അളവുള്ളവരെയാണ് നമ്മൾ എക്സസ് റിയാക്റ്റന്റ്. അപ്പൊ ഇവിടെ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത് നമ്മുടെ Cl2ഉം എക്സസ് റിയാക്റ്റന്റ് എന്ന് പറയുന്നത് നമ്മുടെ H2ഉമാണ്. ഓക്കെ. അപ്പം ലിമിറ്റിംഗ് റിയേജന്റ് എന്താണെന്ന് മനസ്സിലായി, എക്സസ് റിയാക്റ്റന്റ് എന്താണെന്ന്
മനസ്സിലാണോ? അവരായിരിക്കും ലിമിറ്റിംഗ് റിയേജന്റ്. ഇറ്റ് ഈസ് എ റിയേജന്റ് ദാറ്റ് ലിമിറ്റ്സ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷനെ ലിമിറ്റ് ചെയ്യുന്നത് ആരോ അവരാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സസ് റിയാക്ടന്റ്. ദ റിയാക്ടന്റ് വിച്ച് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ ദ റിയാക്ഷൻ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ലാർജർ എമൗണ്ട് ദാൻ കാൽക്കുലേറ്റഡ് ബൈ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കിയ രണ്ട് റിയാക്ഷനിൽ കൃത്യമായി തന്നെ ഹൈഡ്രജനും ക്ലോറിനും റിയാക്ട് ചെയ്ത് തീരുന്നുണ്ട് അല്ലേ? ഫസ്റ്റ് നമ്മൾ നോക്കിയ രണ്ട് കെമിക്കൽ റിയാക്ഷനിലും ഹൈഡ്രജനും ക്ലോറിനും റിയാക്ട് ചെയ്ത് തീരുന്നുണ്ട്. അതായത് നോക്കിയേ, ഈ കെമിക്കൽ ഇക്വേഷൻ നോക്കിയേ എങ്ങനെയാണ്. ഇവിടെ H2 അല്ലേ, ഈ H2 ഈ Cl2 അല്ലേ, ഈ H2 രണ്ടെണ്ണമാണ്, Cl2 രണ്ടെണ്ണമാണ്. സോ ഈ Cl2 രണ്ട് H2കളുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇവിടെ 2HCl ഉണ്ടായി. ഇവിടെ രണ്ടാമതോ, ഇവിടെയും രണ്ട് H2 ആണ്, രണ്ട് Cl2 ആണ്. ഈ രണ്ട് Cl2ഉം ഈ രണ്ട് H2 ആയിട്ട് കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താകുന്നത്, 4HCl കിട്ടുന്നത്. പക്ഷേ ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പ്രകാരം വേണ്ടതിനേക്കാൾ കുറവളവുള്ളത് ഇവിടെയാണ് അല്ലേ. ഇവിടെ 5H2 ആണ്, ഇവിടെ വേണ്ടത് 5 ആയിരുന്നു, പക്ഷെ 2Cl2 ഉള്ളൂ അല്ലേ. പക്ഷെങ്കിൽ ഇവിടെ 50H2 ആണ്, പക്ഷെ ഇവിടെയും രണ്ട് Cl2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളതിനേക്കാൾ കുറവളവുള്ളതാണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഇനി ഇതിൽ നിന്നും എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കിയേ, calculate the mass of water produced when 10 gram of H2 reacts with 64 gram of O2 to form water. അതായത് 10 ഗ്രാം ഹൈഡ്രജനും 64 ഗ്രാം ഓക്സിജനും കൂടി റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്ന വാട്ടറിന്റെ അളവ് കണ്ടുപിടിക്കുക. അതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്താണ്? 10 ഗ്രാം, അതായത് 10 ഗ്രാം ഹൈഡ്രജനും 64 ഗ്രാം ഓക്സിജനും കൂടി റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്ന വാട്ടറിന്റെ അളവ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലെവിടെയാണ് ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഇത് ലിമിറ്റിംഗ് റിയേജന്റിനുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ. അപ്പം 10 ഗ്രാം ഹൈഡ്രജനും, അതായത് 10 ഗ്രാം ഹൈഡ്രജനും 64 ഗ്രാം ഓക്സിജനും കൂടി റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്ന വാട്ടറിന്റെ അളവ് എത്രയാണെന്നാണല്ലോ ഇതിൽ തന്നിരിക്കുന്ന ചോദ്യം. സോ അവിടെ ഉണ്ടായിട്ടുള്ള പ്രൊഡക്റ്റിന്റെ അളവിനെ തീരുമാനിക്കുന്നത് ആരാണോ അവരാണ് നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റ് എന്നുള്ള ഒരു ലോജിക്കാണ് നമുക്ക് വേണ്ടത്. അതായത് ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ, 10 ഗ്രാം ഹൈഡ്രജനും 64 ഗ്രാം ഓക്സിജനും ചേർന്നുണ്ടായാൽ അല്ലെ റിയാക്ട് ചെയ്താൽ ഉണ്ടാകാവുന്ന പ്രൊഡക്റ്റ് ആണ് വാട്ടർ. ആ വാട്ടറിന്റെ അളവാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ ആ ഒരു ലോജിക്ക് ഉപയോഗിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അളവിനെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ അവിടെ ഉണ്ടായിട്ടുള്ള ആ പ്രൊഡക്റ്റിന്റെ അളവിനെ തീരുമാനിക്കുന്നത് ആരായിരിക്കും, ലിമിറ്റിംഗ് റിയേജന്റ് ആയിരിക്കും. ഓക്കെ, ആ ഒരു ലോജിക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ വേണം. സോ ഇവിടെ ഉണ്ടായിരിക്കുന്ന വാട്ടറിന്റെ അളവ് എത്രയാണെന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം. സോ വാട്ടറിന്റെ അളവിനെ തീരുമാനിക്കുന്ന ആരാണ്, ലിമിറ്റിംഗ് റിയേജന്റ് അല്ലെ. വാട്ടറിന്റെ അളവിനെ തീരുമാനിക്കുന്നതാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതിൽ H2 ആണോ O2 ആണോ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. അതായത് H2 ആണോ അതോ O2 ആണോ നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ട് വന്നിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിലും ആൻസറിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റിനെ കണ്ടെത്തിയേ പറ്റൂ. സോ എങ്കിലല്ലേ പ്രൊഡക്റ്റിന്റെ അളവ് നമുക്ക് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അതിനായിട്ട് നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ ഈ H2ഉം O2ഉം കൂടി ചേർന്നാൽ വാട്ടർ ഉണ്ടാകുന്ന ഒരു ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ എഴുതണം. ഓക്കെ, ഒരു ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ എഴുതണം. നമുക്ക് നോക്കാം. നോക്കിയേ, അതായത് H2 അല്ലെ, H2 പ്ലസ് O2 അല്ലെ, H2 പ്ലസ് O2 gives H2O എന്നെഴുതിയാൽ തെറ്റാണ് അല്ലെ, കാരണം ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇക്വേഷനെ നമുക്ക് ബാലൻസ്ഡ് ആക്കണം. ഇവിടെ നോക്ക്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, പക്ഷെ ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഒരു ഓക്സിജനേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കണം. ഇവിടെ 2 ഇട്ട് കൊടുക്കുമ്പം ശരിയായോ, ഇല്ല, ഇവിടെ 2 ഹൈഡ്രജനേ ഉള്ളൂ, ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഇവിടെ
ഒരു 2 ഇട്ട് കൊടുക്കണം. സോ നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷൻ റെഡിയായി. 2H2 പ്ലസ് O2 ഗീവ്സ് 2H2O. ഓക്കെ, 2H2 പ്ലസ് O2 ഗീവ്സ് 2H2O. ഇനി ഇവിടെ മാസ് അല്ലേ തന്നിരിക്കുന്നത്. സോ ഈ കെമിക്കൽ റിയാക്ഷന്റെ താഴെ ഇതിന്റെ ഓരോന്നിന്റെയും എന്തെഴുതണം, മാസ് നമുക്ക് എഴുതണം അല്ലേ. സോ 2H2വിന്റെ മാസ്, O2വിന്റെ മാസ്, 2H2വിന്റെ മാസ് അല്ലേ, ഇത്രയും സാധനത്തിന്റെ മാസ് നമുക്ക് എഴുതണം. സോ നോക്കിയേ, നമുക്കറിയാം 2H2 എന്ന് പറയുമ്പോൾ അതിന്റെ മാസ് എത്രയാണ്, 4 ഗ്രാം അല്ലേ. 2 × 2 4 ഗ്രാം ആണ്. സോ പ്ലസ് O2 16 ആണ്. 16 × 2 എന്ന് പറയുന്നത് എത്ര, 32 ഗ്രാം ആണ്. 32 ഗ്രാം. ഒരു H2 എന്നാൽ 18 ഗ്രാം അല്ലേ. സോ 2 H2 എന്ന് പറയുമ്പം 18 × 2 36 ഗ്രാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ റിയാക്റ്റൻസ്, അതായത് ഈ തന്നിരിക്കുന്ന റിയാക്റ്റൻസ് തമ്മിൽ കൂട്ടുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അത് തന്നെ വേണം നമുക്ക് പ്രോഡക്റ്റിലും കിട്ടാൻ. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഇക്വേഷൻ തെറ്റാണെന്ന് നിങ്ങൾ ഓർത്തോണം. ഇവിടെ 32 + 4 36 ആണ്. സോ ഇവിടെയും 36. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ കറക്റ്റ് ആണ്. ഈ രണ്ട് ഈ റിയാക്റ്റന്റിന്റെ അവിടുത്തെയും പ്രൊഡക്റ്റിന്റെ അവിടുത്തെയും അളവ് വ്യത്യാസമാണെങ്കിൽ നിങ്ങളുടെ ഇക്വേഷൻ തെറ്റാണെന്ന് നിങ്ങൾ ഓർത്തോണം. ഇനി ഇവിടെ നോക്കിക്കേ, 4 ഹൈഡ്രജൻ എടുത്താൽ അതിനോടൊപ്പം റിയാക്ട് ചെയ്യാൻ നമുക്ക് 32 ഗ്രാം ഓക്സിജൻ വേണം അല്ലേ. 4 ഹൈഡ്രജൻ എടുത്താൽ അതിനോടൊപ്പം നമുക്ക് റിയാക്ട് ചെയ്യാൻ 32 ഗ്രാം ഓക്സിജൻ വേണം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് 36 ഗ്രാം ആയിരിക്കും എന്ന് വാട്ടർ. അപ്പം ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ നമുക്ക് 10 ഗ്രാം ഓഫ് ഹൈഡ്രജൻ എടുത്താൽ എത്ര ഗ്രാം ഓക്സിജൻ ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിൽ 10 ഗ്രാം ഹൈഡ്രജൻ ആണോ 64 ഗ്രാം ഓക്സിജൻ ആണോ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് നമുക്ക് നോക്കാം. സോ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിൽ കുറവുള്ളത് ആരാണോ അവരല്ലേ ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പോൾ ഇവിടെ കുറവെന്ന് പറയുന്നത് 10 ഗ്രാം അല്ലേ, അപ്പൊ ഹൈഡ്രജൻ അല്ലേ ലിമിറ്റിംഗ് റിയേജന്റ്. 64 ഗ്രാം ഇല്ലേ ഓക്സിജൻ, അപ്പോൾ 10 ഗ്രാം അല്ലേ ഉള്ളൂ ഹൈഡ്രജൻ, അതായിരിക്കുമല്ലോ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അളവുകൾ കണ്ടതുകൊണ്ട് മാത്രം നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റ് പറയാൻ പറ്റത്തില്ല. സോ അത് നമുക്ക് തെറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കൂ, നമുക്കൊരു H2ന് നമുക്ക് ഒരു H2 4 ഗ്രാം എടുത്താൽ അതിൻ്റെ ഓക്സിജൻ അപ്പോൾ എത്ര വേണം, 32 ഗ്രാം നമുക്ക് വേണം അല്ലേ. H2 4 ഗ്രാം എടുത്താൽ O2 32 ഗ്രാം വേണം. അപ്പം നിങ്ങൾ നോക്കിയേ, അപ്പം ഇവരിൽ ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് നോക്കാം. അപ്പം ഞാൻ ഇവിടെ H2 എഴുതി, ഇവിടെ O2 എഴുതി. ഓക്കെ, അപ്പം ഇവിടെ H2വിൻ്റെ മാസ് എഴുതുവാണ്, എത്രയാണ് 4 ഗ്രാം. ഇത് H2 എഴുതി, ഇവിടെ O2 എഴുതി. ഇവിടെ O2വിൻ്റെ മാസ് എഴുതുകയാണ് 32 ഗ്രാം അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നതല്ല നമ്മൾ എഴുതിയത് അല്ലേ. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച മാസ്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഈ 10 ഗ്രാമോ അല്ലെങ്കിൽ ഈ 64 ഗ്രാമോ അല്ല നമ്മൾ എഴുതിയത്. നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ച മാസ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എഴുതിയത് വെച്ച് നോക്കുവാണെങ്കിൽ 4 ഗ്രാം H2 എടുത്താൽ 32 ഗ്രാം എന്ത് വേണം, ഓക്സിജൻ വേണം എന്നാണ്. അപ്പോൾ H2 1 ഗ്രാമേ ഉള്ളുവെങ്കിലോ, അപ്പോൾ ഈ H2 1 ഗ്രാം മാത്രമേ ഉള്ളുവെങ്കിലോ നമുക്ക് എങ്ങനെ എഴുതാം. അപ്പം H2 1 ഗ്രാം മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഈ 32വിനെ ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 32 ഡിവൈഡഡ് ബൈ 4, അപ്പോൾ എത്ര കിട്ടും, 8 ഗ്രാം കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ 1 ഗ്രാം H2 എടുത്താൽ എത്ര ഓക്സിജൻ വേണം, 8 ഗ്രാം ഓക്സിജൻ വേണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഗ്രാം H2 ആണ് എടുക്കുന്നത്, എത്ര ഗ്രാം H2 ആണ് ഇവിടെ എടുക്കുന്നത്, 10 ഗ്രാം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ എത്ര ഗ്രാം H2 ആണ് എടുക്കുന്നത്, 10 ഗ്രാം H2 ആണ് എടുക്കുന്നത് അല്ലേ. 10 ഗ്രാം H2 എടുത്താൽ അപ്പോൾ എത്ര ഓക്സിജൻ വേണം, എത്ര, 10 × 8 അല്ലേ. നമ്മൾ ഇവിടെ ഇപ്പോൾ 1 ഗ്രാം H2 എടുത്താൽ 8 ഗ്രാം ഓക്സിജൻ വേണമെങ്കിൽ 10 ഗ്രാം H2 എടുത്താൽ 10 × 8 അല്ലേ. അപ്പോൾ എത്ര ഓക്സിജൻ വേണം, 80 ഗ്രാം ഓക്സിജൻ വേണം. ഓക്കെ, ബട്ട് ക്വസ്റ്റ്യനിൽ എത്രയേ ഉള്ളൂ, ക്വസ്റ്റ്യനിൽ 64 ഗ്രാം മാത്രമേ ഉള്ളൂ. വേണ്ടത് എത്രയാണ്, 80 ഗ്രാം ആണ്. ബട്ട് ഉള്ളത്
64 ഗ്രാം. നമുക്ക് വേണ്ടത് 80 ഗ്രാം ആണ്, പക്ഷേ ഉള്ളത് 64 ഗ്രാം ആണ്. അപ്പോൾ വേണ്ട അളവിനേക്കാൾ കുറവുള്ളതാരോ അവരാണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പോൾ കുറവളവുള്ളത് ഇവിടെ ആരാണ്? ഓക്സിജൻ ആണ്. സോ ഓക്സിജൻ ആണ് ഇവിടുത്തെ എന്ത്? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്സിജൻ ആണ് അപ്പോൾ ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ്. അതപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആൻസറിൽ എഴുതി വെക്കണം. എന്തുകൊണ്ടാണ് ഓക്സിജൻ ലിമിറ്റിംഗ് റിയേജന്റ് ആയത്? നമുക്കിവിടെ 10 ഗ്രാം H2 എടുത്താൽ 80 ഗ്രാം ഓക്സിജൻ ആണ് വേണ്ടത്. പക്ഷെ ക്വസ്റ്റ്യനിൽ വെറും 64 ഗ്രാം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. വേണ്ടത് 80 ഗ്രാം ആണ്, ഉള്ളത് 64 ഗ്രാമുമാണ്. അപ്പോൾ ഏറ്റവും കുറവളവുള്ളത് ആരാണ്? ഓക്സിജൻ ആണ്. വേണ്ടതിനേക്കാൾ കുറവളവുള്ളത് ഓക്സിജൻ ആയതുകൊണ്ട് ഓക്സിജൻ ആണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റ്. ഓക്കെ, അപ്പൊ ഇനി ആരാണ് പ്രൊഡക്റ്റിന്റെ അളവ് തീരുമാനിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇനി ഈ പ്രൊഡക്റ്റിന്റെ അളവ് തീരുമാനിക്കുന്നത് ഓക്സിജൻ ആണ്, അല്ലെ? ഓക്സിജൻ തീരുമാനിക്കും പ്രൊഡക്റ്റായ വാട്ടർ അല്ലെങ്കിൽ H2O അളവ് O2 ആണ് തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾ ഹൈഡ്രജനിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെയും ചെയ്യാം. ഇവിടെ ഓക്സിജൻ എഴുതി, ഇവിടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള H2 എഴുതി. O2 എത്രയാണ്? മാസ് 32 ഗ്രാം ആണ്. H2ന്റെ എത്രയായിരുന്നു? 36 ഗ്രാം ആണ്. സോ 32 ഗ്രാം O2 എടുത്താൽ 36 ഗ്രാം H2O കിട്ടും. അതായത് 32 ഗ്രാം O2 കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്താൽ 36 ഗ്രാം വാട്ടർ ആണ് കിട്ടുന്നത്. അപ്പോൾ 1 ഗ്രാം മാത്രമേ റിയാക്ട് ചെയ്തുള്ളൂ എങ്കിലോ? സോ 1 ഗ്രാം മാത്രമേ റിയാക്ട് ചെയ്തുള്ളൂ എങ്കിൽ 36/32 ഗ്രാം ഓഫ് എന്ത് കിട്ടും? വാട്ടർ കിട്ടും. മനസ്സിലായോ? 1 ഗ്രാം മാത്രമേ റിയാക്ട് ചെയ്തുള്ളൂ എങ്കിൽ 36/32 ഗ്രാം ഓഫ് വാട്ടർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 64 ഗ്രാം O2 ആണ് നമ്മൾ എടുത്തത്, അല്ലെ? 64 ഗ്രാം O2 ആണ് നമ്മൾ ഇവിടെ എടുത്തത്. സോ ആ 64 ഗ്രാം O2 കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. ആ 64 ഗ്രാം ഓക്സിജനും കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് റിയാക്ട് ചെയ്യും. ബിക്കോസ് ഓക്സിജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഓക്കെ, എന്തുകൊണ്ടാ? ഓക്സിജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. സോ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് തീരുന്നവരാരാണോ അവരായിരിക്കും ലിമിറ്റിംഗ് റിയേജന്റ്. അവർ അവിടെ ബാക്കി നിൽക്കത്തില്ല. സോ ഇവിടെ 64 ഗ്രാം കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് എത്ര ആയിരിക്കും കിട്ടുന്നത്? 1 ഗ്രാമിന് ഇത്രയാണെങ്കിൽ 64 ഗ്രാമിന് നമുക്ക് എത്രയായിരിക്കും? 1 ഗ്രാമിന് നമുക്ക് 36/32 ഗ്രാം ഓഫ് വാട്ടർ ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 64 ഗ്രാമിന് എത്രയായിരിക്കും കിട്ടുന്നത്? 64 × 36/32 ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം ഇതും കൂടെ ഒക്കെ വെട്ടിപ്പോയി ലാസ്റ്റ് നമുക്ക് 72 ഗ്രാം ഓഫ് H2O കിട്ടും. മനസ്സിലായോ? ക്ലിയർ ആയോ? 72 ഗ്രാം ഓഫ് H2O കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ലിമിറ്റിംഗ് റിയേജന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്താണെന്ന് മനസ്സിലായി, എക്സസ് റിയാക്ടന്റ് എന്താണെന്ന് മനസ്സിലായി, ഒരു ക്വസ്റ്റ്യൻ തന്നാൽ എങ്ങനെയാണ് ലിമിറ്റിംഗ് റിയേജന്റിനെ കണ്ടെത്തുന്നതെന്ന് മനസ്സിലായി. ഓക്കെ, എങ്ങനെയാണ് അതിന്റെ പ്രൊഡക്റ്റിന്റെ അളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്ന ലിമിറ്റിംഗ് റിയേജന്റ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ലിമിറ്റിംഗ് റിയേജന്റിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരിക. അപ്പം അളവിനെ സൂചിപ്പിക്കുന്നതാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അളവിനെ സൂചിപ്പിക്കുന്ന എന്താണോ അതായിരിക്കും ലിമിറ്റിംഗ് റിയേജന്റ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.